ആർഗസ് എക്സ്പ്ലെയിൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും കൊറിയൻ സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൊറിയൻ സിനിമകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അധികം പേർക്ക് ഓർമ്മ വരുന്നത് മാരക ഫൈറ്റും വയലൻസും ക്രൈം ത്രില്ലറുകളും റൊമാൻറ്റിക് ഡ്രാമകളും ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ സിനിമകളായിരിക്കും. പക്ഷേ വേറെ ലെവലായ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പുന്ന രീതിയിലുള്ള സിനിമകളും അവിടെയുണ്ട്. അത്തരത്തിലുള്ള മസ്റ്റ് വാച്ചായ 10 കൊറിയൻ സിനിമകളെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ വീഡിയോ സ്പോയിലർ ഫ്രീ ആണ്, അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2014 റിലീസ് ചെയ്ത കൊറിയൻ കോമഡി ഫാൻറ്റസി ചിത്രമാണ് മിസ് ഗ്രാനി. ചിത്രത്തിൻ്റെ പേരും പോസ്റ്ററും കാണുമ്പോൾ തന്നെ കഥ ഏതാണ്ട് ഊഹിക്കാമല്ലോ അല്ലേ? വയസ്സാം കാലത്ത് വീട്ടുകാരുടെ അവഗണന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പാവ അമ്മൂമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുന്ദരിയായ യുവതിയായി മാറുന്നു. പിന്നീടുണ്ടാകുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമന്ത അഭിനയിച്ച തെലുങ്ക് ചിത്രമായ ഓ ബേബിയുടെ ഒറിജിനൽ വെർഷനാണിത്. തെലുങ്കടക്കം ഒരുപാട് ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രവും വൻ ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നു. 2017 റിലീസായ ആക്ഷൻ കോമഡി ചിത്രമാണ് മിഡ് നൈറ്റ് റണ്ണേഴ്സ്. കൊറിയൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ട്രെയിനിങ്ങിനായി വരുന്ന 2 ചെറുപ്പക്കാരാണ് കഥയിലെ നായകന്മാർ. പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിരുന്നുവെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറുന്നു. ഒരു ദിവസം ലീവ് എടുത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയവർ രാത്രി തിരിച്ചു പോകാനിരിക്കെ ഒരു പെൺകുട്ടിയെ കുറച്ചു പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് കാണാൻ ഇടയായി. ലോക്കൽ പോലീസിൽ നിന്ന് സഹായം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അണ്ണന്മാർ 2 പേരും കൂടെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. പിന്നെ അവർ എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ കുഴപ്പങ്ങൾ ചെന്ന് ചാടിയെന്നും നിങ്ങൾ കണ്ടു തന്നെ അറിയുക. കോമഡിക്കൊപ്പം തന്നെ നല്ല ആക്ഷൻ സീനുകളും അതിനൊപ്പം തന്നെ വളരെ ഗൗരവമേറിയൊരു വിഷയവും സിനിമ കൈകാര്യം ചെയ്യുന്നു. $39.7 മില്യൺ ഈ ചിത്രം വാരിക്കൂട്ടിയത്. 2022 റിലീസായ ആക്ഷൻ കോമഡി ചിത്രമാണ് മിഷൻ പോസിബിൾ. ഇനി ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക്. ചൈനയിൽ നിന്നും കൊറിയയിലേക്ക് തോക്ക് കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ച ഒരു സംഘം അത് തടയാൻ ശ്രമിച്ച ചൈനീസ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെടുന്നു. ആ കേസിൻ്റെ അന്വേഷണത്തിനായിട്ടാണ് ചൈനീസ് രഹസ്യ ഏജന്റായ നായിക കൊറിയയിലെത്തിയത്. അപകടം പിടിച്ച പണിയായതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കൊറിയയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന നായകൻ്റെ അടുത്തേക്കാണ് അവൾ എത്തുന്നത്. പൈസയ്ക്ക് കുറച്ച് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നായകൻ അവൾക്ക് കൈ കൊടുക്കുന്നു. പിന്നീട് അവർ കള്ളക്കടത്ത് സംഘത്തെ തേടി ഇറങ്ങുന്നു. ഇവർ 2 പേരും ചേർന്ന് ആയുധ കള്ളക്കടത്ത് സംഘത്തിനെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്നത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. കണ്ടുപഴകിയ സബ്ജക്റ്റ് ആണെങ്കിലും പ്രേക്ഷകനെ രസിപ്പിക്കുന്നതിൽ ചിത്രം 100% വിജയിച്ചിട്ടുണ്ട്. ഒരേ സമയം ത്രില്ലടിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ചുരുക്കം സിനിമകളിലൊന്നാണ് 2019 റിലീസായ എക്സിറ്റ്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ പടത്തിലെ നായകൻ പുള്ളിയുടെ കുടുംബത്തിലെ തൊഴിൽ രഹിതനായ ഒരു വാഴയാണ്. തൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് നായകനും കുടുംബവും ഡ്രീം ഗാർഡനിൽ എത്തുന്നത്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് നഗരത്തിൽ ഒരു സൈക്കോ വിഷവാതകം പടർത്തിയിരിക്കുന്നു എന്ന വിവരം അവരറിയുന്നത്. പുക ഉയരുന്നതിനനുസരിച്ച് ആകെയുള്ള രക്ഷാമാർഗം റൂഫ് ടോപ്പിൽ എത്തുക എന്നുള്ളതാണ്. റൂഫ് ടോപ്പിലെ വാതിലാണെങ്കിൽ പുറത്തുനിന്ന് ലോക്ക്ഡാണ്. പിന്നീട് അങ്ങോട്ട് ഒരു സീറ്റ് എഡ്ജ്ഡ് ത്രില്ലർ ആയി ചിത്രം മാറുന്നുണ്ടെങ്കിലും അതിനൊപ്പം നല്ല കോമഡി കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ച് ശ്വാസം മുട്ടിയെങ്കിലും അവസാനം ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ടു തീർക്കാവുന്ന ചിത്രമാണ് എക്സിറ്റ്. 2019 റിലീസ് ചെയ്ത കൊറിയൻ ഫാൻറ്റസി കോമഡി ചിത്രമാണ് ദ ഡ്യൂഡ് ഇൻ മീ. വളരെ രസകരമാണ് ചിത്രത്തിൻ്റെ കഥ. വളരെ ധനികനും മാഫിയ തലവനുമായിരുന്ന 40-കാരനായ നായകൻ്റെ തലയിലേക്ക് ഒരു പയ്യൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വന്നു വീഴുന്ന പയ്യൻ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ്. വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ധാരാളം ഫുഡ് കഴിച്ചിരുന്ന ആ പയ്യൻ തടിയനും സോഡാ കോപ്പി കണ്ണട ഉപയോഗിക്കുന്നവനും സർവോപരി പഞ്ചഭാവമായിരുന്നതുകൊണ്ട് സീനിയേഴ്സിൻ്റെ വക ക്രൂരമായ റാങ്കിങ്ങിന് വിധേയനായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഈ 2 പേരുടെ ആത്മാക്കൾ പരസ്പരം മാറിപ്പോകുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയുന്നു എന്നൊക്കെയാണ് പിന്നീടുള്ള കഥ. ബോക്സ് ഓഫീസിൽ നിന്നും $16 മില്യൺ കളക്ട് ചെയ്ത ഈ ചിത്രം ഒരു വലിയ വിജയം തന്നെയായിരുന്നു. 2020 റിലീസായ കൊറിയൻ കോമഡി സിനിമയാണ് ദ ഗോൾഡൻ ഹോളിഡേ. പോലീസ് ഡിറ്റക്റ്റീവായ നായകൻ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി വീട് പണയം വെച്ച് ലോൺ എടുക്കുന്നു. ആ ലോൺ പെരുകി വീട് ജപ്തിയാവുന്ന അവസ്ഥയിലേക്കെത്തി. അന്ന് കാശുമായി മുങ്ങിയ കൂട്ടുകാരനെ ഫിലിപ്പീൻസിൽ വെച്ച് നാട്ടുകാരിൽ ഒരാൾ കണ്ടു എന്ന വാർത്ത നായകൻ അറിഞ്ഞു. വളരെ കാലമായി വിദേശത്ത് പോകണമെന്ന ഭാര്യയുടെ നിർബന്ധം കൂടിയായപ്പോൾ നായകൻ തൻ്റെ 10ാം വിവാഹ വാർഷികാഘോഷം ഫിലിപ്പീൻസിലേക്കുള്ള ഒരു ടൂറാക്കി മാറ്റി. തൻ്റെ കൂട്ടുകാരനെ കണ്ടെത്തുക എന്നതാണ് അയാളുടെ പ്രധാന ലക്ഷ്യം. അവിടെ എത്തിയപ്പോഴാണ് നായകൻ അറിയുന്നത് തൻ്റെ കൂട്ടുകാരൻ ഒരു കൊലപാതക കേസിൽ ജയിലിലാണെന്ന്. അതിന് പിന്നാലുള്ള അന്വേഷണം ഒരു ഡോണിലും നിധിവേട്ടയിലേക്കും ഒന്നിനു മുകളിൽ ഒന്നായുള്ള പ്രശ്നങ്ങളിലേക്കും നായകനെ എത്തിച്ചു. മൊത്തത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കോമഡി നിറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് പടമാണ് ദ ഗോൾഡൻ ഹോളിഡേ. 2016 റിലീസായ ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ് ലക്ക് കീ. നമ്മുടെ നായകൻ അഭിനയമോഹവുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ കടവും ദാരിദ്ര്യവും മാത്രമേ ബാക്കിയുള്ളൂ.
ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ അയാൾ അവസാനമായി ഒന്ന് കുളിക്കാൻ ഒരു പൊതു കുളിസ്ഥലത്തെത്തുന്നു. അതേ സമയത്ത് തന്നെ അവിടെ കുളിക്കാനെത്തിയ ഒരു പ്രൊഫഷണൽ കില്ലർ അബദ്ധത്തിൽ ഒരു സോപ്പിൽ ചവിട്ടി വെട്ടിയിട്ട ബായത്തണ്ട് പോലെ തലയും തല്ലി ബോധരഹിതനായി വീണു. ബോധം പോയ കില്ലറുടെ വസ്തുവകകൾ തൻ്റേതുമായി നായകൻ വച്ചുമാറ്റുന്നു. അവസാനമായി ഒരാൾ മാറാട്ടം. ആശുപത്രിയിലെത്തി ബോധം വീണപ്പോൾ കില്ലറിന് മെമ്മറി ലോസ്. താൻ ആരാണെന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ല. തുടർന്ന് അയാൾ തൻ്റെ വസ്തുവകകൾ പരിശോധിച്ചപ്പോൾ താനാണ് ചാവാൻ നടന്നിരുന്ന തോൽവിയായ നായകനെന്ന് കരുതി അയാൾ നായകൻ്റെ താമസ സ്ഥലമായ തുക്കട മുറിയിലെത്തുന്നു. അതേസമയം നായകനാകട്ടെ കില്ലറിൻ്റെ ലക്ഷറി ഫ്ലാറ്റിൽ സുഖവാസവും തുടങ്ങി. അങ്ങനെ ഒരാൾ അറിഞ്ഞുകൊണ്ടും മറ്റേയാൾ അറിയാതെയും മറ്റൊരാളുടെ ജീവിതം ജീവിക്കുന്നു. തുടർന്നുള്ള രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ കഥകൾ കിടിലൻ സിനിമകളാക്കി മാറ്റുന്നതിൽ കരവിരുതുള്ളവരാണ് കൊറിയൻ സിനിമാക്കാർ. അത്തരം സിനിമകളിലൊന്നാണ് ദി ഗ്രാൻഡ് ഹൈസ്റ്റ്. പടത്തിൻ്റെ പേര് പോലെ തന്നെ മോഷണത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ദി ഗ്രാൻഡ് ഹൈസ്റ്റ്. പക്ഷേ മോട്ടിക്കുന്നത് പണമോ സ്വർണമോ അല്ല, ഐസാണ്. ഞെട്ടണ്ട, ഐസ് തന്നെ. ഐസ് കൊറിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള കാലത്താണ് കഥ നടക്കുന്നത്. ഐസ് വ്യാപാരം കൈയടക്കി വെച്ചിരുന്ന മാഫിയ സംഘം രാജാവിനേക്കാളും മുകളിൽ വളർന്ന സമയം. സാധാരണക്കാരായ ആവശ്യക്കാർക്ക് ഐസ് കണി കാണാൻ പോലും കിട്ടാത്ത കാലം. അങ്ങനെ ഇരിക്കെ ഐസ് മാഫിയയുടെ സംഘത്തിൻ്റെ ചതിക്കിരയായ 2 പേർ പ്രതികാരം ചെയ്യാനായി തീരുമാനിക്കുന്നു. അതിനായി വ്യത്യസ്ത രംഗങ്ങളിൽ വിദഗ്ധരായ കുറച്ചുപേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് മാഫിയ സംഘം ശേഖരിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ ഐസും കാലിയാക്കാൻ അവർ പദ്ധതിയിടുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2012 ഇറങ്ങിയ ഈ ചിത്രം മൊത്തത്തിൽ വാരിക്കൂട്ടിയത് $30 മില്യൺ. 2019 റിലീസായ ഒരു കോമഡി ആക്ഷൻ സിനിമയാണ് എക്സ്ട്രീം ജോബ്. തുടക്കം മുതൽ അവസാനം വരെയും ചിരിച്ച് രസിച്ച് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് ഈ പടം. കഥയിലേക്ക് വരികയാണെങ്കിൽ പടത്തിലെ നായകന്മാർ ഒരു പോലീസ് ടീമിലെ തന്നെ ദുരന്തങ്ങളായ 5 പേരാണ്. ഇവരുടെ ടീം ക്യാപ്റ്റൻ ആണെങ്കിൽ 20 വർഷമായി പ്രൊമോഷൻ പോലും കിട്ടാതെ ഈ ദുരന്ത ടീമിൽ തന്നെ തുടരുന്നു. ഏറ്റെടുത്ത കേസുകൾ ഒന്നും തന്നെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം. ക്യാപ്റ്റൻ്റെ ജൂനിയർ ആയിരുന്ന പലരും ഇപ്പോൾ അങ്ങേരെക്കാൾ ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവസാന അവസരം എന്ന രീതിയിൽ ഒരു ഡ്രഗ് മാഫിയ തലവനെ തെളിവോടെ പിടിക്കാനുള്ള ചുമതല ഇവരുടെ ടീമിന് കിട്ടുന്നു. ആ കേസ് തെളിയിക്കാൻ വേണ്ടി ഈ 5 മണ്ടന്മാരും കൂടെ കാട്ടിക്കൂട്ടുന്ന പൊല്ലാപ്പുകളും അവർക്ക് കിട്ടുന്ന പണികളും എല്ലാം കൂടെ ചിരിയുടെ ഒരു പൊടി പൂരമാണ് ഈ സിനിമ. കൊറിയൻ സിനിമകളുടെ ചരിത്രത്തിൽ എക്കാലത്തെയും വമ്പൻ പണംവാരി പടങ്ങളിലൊന്നായി ഈ ചിത്രം $120 മില്യൺ കളക്ട് ചെയ്തത്. കൊറിയൻ സിനിമ ആരാധകർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തമാശയും ആക്ഷൻ രംഗങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര ദൃശ്യവിസ്മയമാണ് ദ പൈററ്റ്സ്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ AD 1300 കാലഘട്ടത്തിൽ പുതിയതായി സ്ഥാപിതമായ കൊറിയൻ രാജ്യത്തിന് വേണ്ടി ചൈനയിലെ ചക്രവർത്തി രാജ്യത്തിൻ്റെ മുദ്രയും രാജ്യത്തിൻ്റെ പേരും ഒരു കപ്പലിൽ കൊടുത്തുവിടുന്നു. യാത്രാമധ്യേ തിമിംഗലത്തിൻ്റെ ആക്രമണത്തിൽ കപ്പൽ തകർന്ന് സമ്പത്തും രാജ്യമുദ്രയും നഷ്ടമാകുന്നു. അതന്വേഷിച്ച് ആ രാജ്യത്തിൻ്റെ നാവികസേനയും കുറേ കടൽക്കൊള്ളക്കാരും രാജ്യമുദ്ര തിരിച്ചെടുത്ത് പണം നേടാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടൽ കാണാത്ത കുറേ കാട്ടുകള്ളന്മാർ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ് ദി പൈററ്റ്സ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്. 2014 പുറത്തിറങ്ങിയ ഈ കൊറിയൻ ചിത്രം വലിയ നിലയിൽ നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ സിനിമകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവയെല്ലാം തന്നെ നമ്മളെ ചിരിപ്പിക്കുന്നതിൽ 100% ഉറപ്പാണ്. ഈ സിനിമകൾ ആസ്വദിക്കാൻ ഭാഷ ഒരു പ്രശ്നമേ അല്ല. മലയാളം സബ്ടൈറ്റിൽസ് എല്ലാം തന്നെ M-Sound സൈറ്റിൽ ലഭ്യമാണ്. സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. See you soon with another interesting video. Thanks for watching.